ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അനർഖ ഹസനൻ. പ്രധാന വാർത്തകൾ. കശുവണ്ടി മേഖലയിലെ തൊഴിൽ പ്രശ്നത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇടമുളയ്ക്കലിലെ CPM നിരാഹാര പന്തലിൽ കോടിയേരി സന്ദർശനം നടത്തി. കുളത്തൂപ്പുഴയിൽ മന്ത്രി VS ശിവകുമാറിനെ തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടപടിക്കു സാധ്യത. വഴിയിൽ തടഞ്ഞത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി. നടപടിക്കായി DCCയിൽ സമ്മർദ്ദം ചെലുത്തിയത് മന്ത്രിയെന്നും സൂചന. അനധികൃതമായി പാറ വിൽപ്പനയെന്ന ആരോപണം. തെന്മലയിൽ റെയിൽവേ ജോലികൾക്കായി പാറ കയറ്റിയെത്തിയ ലോറി BJP പ്രവർത്തകർ തടഞ്ഞു. തെന്മലയിൽ വീണ്ടും കാട്ടാന. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇടമുളയ്ക്കൽ കശുവണ്ടി ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിക്കുന്നവരുടെ സമരപന്തൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. കശുവണ്ടി മേഖലയിലെ തൊഴിൽ പ്രശ്നത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും കോടിയേരി അറിയിച്ചു.
പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറി തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CITയുടെ നേതൃത്വത്തിൽ ഫാക്ടറി പടിക്കൽ നിരാഹാരമനുഷ്ഠിക്കുന്നവരെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. കശുവണ്ടി മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്നും ആവശ്യത്തിന് തോട്ടണ്ടി ലഭ്യമാക്കാത്തതും അത് വിപണനം ചെയ്യാനുള്ള സാഹചര്യമൊരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതുമാണ് തൊഴിൽ പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരാണ്. കോർപ്പറേഷനിൽ ഓരോ സംരംഭത്തിനും സർക്കാർ ചെയ്യേണ്ടുന്ന സഹായം കൃത്യമായി ചെയ്തു കൊടുക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. ആവശ്യത്തിന് തോട്ടണ്ടി ലഭ്യമാക്കുകയും അത് വിപണനം ചെയ്യാനുമുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് കോർപ്പറേഷനാണ്. ഇതിന്റെ ഭാഗമായി കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായ പിടിപ്പുകേടിന്റെ ഫലമായിട്ടാണ് ഈ ജില്ലയിലെ ഫാക്ടറികൾ കോർപ്പറേഷന്റെ കീഴിലുള്ള ഫാക്ടറികളെല്ലാം ഇന്ന് അടഞ്ഞു കിടക്കുന്നത്. പോരാട്ടം കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്ന അനുഭവത്തിൽ വ്യക്തമായതുകൊണ്ടാണ് ഒരു ജീവൻമരണ പോരാട്ടത്തിന് വേണ്ടി തൊഴിലാളികൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഫണ്ട് അനുവദിക്കുകയും ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിക്കുകയും വേണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. ലൈവ് വാർത്ത അഞ്ചൽ. കുളത്തൂപ്പുഴയിൽ മന്ത്രി VS ശിവകുമാറിനെ തടഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിക്ക് സാധ്യത. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഒരു പദ്ധതി ഉദ്ഘാടനത്തിനും തന്നെ ക്ഷണിച്ചിട്ടില്ലെന്നും മന്ത്രി കോൺഗ്രസ് വൃത്തങ്ങളെ അറിയിച്ചു. കുളത്തൂപ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി VS ശിവകുമാറിനെ വഴിയിൽ തടഞ്ഞ കുളത്തൂപ്പുഴ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KK സാബു, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുഭിലാഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിസിലി ജോം, ഷീല സത്യൻ തുടങ്ങിയ 10ഓളം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിക്ക് സാധ്യത. പ്രതിഷേധം വകവയ്ക്കാതെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിപ്പോയ മന്ത്രി KPCC, DCC, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തുടങ്ങിയ നേതാക്കളുമായി ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുകയും പരാതി നൽകുകയും ചെയ്തു. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഒരു പദ്ധതിക്കും തന്നെ മന്ത്രി എന്ന നിലയിൽ ക്ഷണിച്ചിട്ടില്ല. ഒരു പരിപാടിക്ക് പോലും ക്ഷണിക്കാതെ പരിപാടിക്ക് വന്നില്ല എന്ന് പറഞ്ഞ് വഴിയിൽ തടഞ്ഞു നിർത്തുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇവർക്കെതിരെ മന്ത്രി ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ നടപടിക്ക് സാധ്യത ഏറി വരുന്നതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെ പുതിയ സർജിക്കൽ വാർഡിന്റെയും തിയേറ്റർ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കാരുണ്യ ഫാർമസി അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പരിചരണം നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള NBSC യൂണിറ്റും നമ്മളിവിടെ ആരംഭിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ആശുപത്രിയുടെ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ദേശീയ ആരോഗ്യ മിഷൻ 2,15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സർജിക്കൽ വാർഡ് ആൻഡ് തിയേറ്റർ കോംപ്ലക്സ് നിർമ്മിച്ചത്. 85% സൗജന്യ ചികിത്സ ഉറപ്പാക്കിയത് ആരോഗ്യരംഗത്തെ മികച്ച നേട്ടമാണ്. ഗർഭിണികളുടെ ചികിത്സ മുതൽ പ്രസവശേഷം വീട്ടിൽ എത്തിക്കുന്നതുവരെയുള്ള സൗജന്യ ചികിത്സയും ഈ സർക്കാരിന്റെ നേട്ടമാണ്. ഈ ആശുപത്രി പ്രസവ ചികിത്സ സൗജന്യമാണ്. ഗവൺമെന്റ് അതിലേക്ക് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നൽകുന്നു. പ്രസവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ വീട്ടിൽ നിന്നും വരുന്നതിനും ഇവിടെ നിന്ന് പ്രസവ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനുമുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം ഗവൺമെന്റാണ് വഹിക്കുന്നത്. പ്രസവ ചികിത്സ സൗജന്യമായി കൊടുക്കുന്ന അമ്മയും കുഞ്ഞും പദ്ധതി, അതോടൊപ്പം 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ ചികിത്സയും ഈ ആശുപത്രി സൗജന്യമായി കൊടുക്കുകയാണ്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കാരുണ്യ ഫാർമസി ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കും. ആദ്യഘട്ടമായ 35 കാരുണ്യ ഫാർമസികൾ ആരംഭിച്ചതിന് ശേഷം 34ാമത്തെയാണ് അവിടെ, 35ാമത്തെ പരവൂരിലാണ്. അതുകൂടെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടത്തിൽ കടയ്ക്കൽ നമ്മുടെ ഇവിടത്തെ ഈ ആശുപത്രിയിൽ കാരുണ്യ ഫാർമസി അനുവദിക്കുന്നതാണ് എന്ന കാര്യം കൂടെ ഞാൻ അറിയിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ സർക്കാർ പ്രത്യേക താൽപര്യം എടുക്കുന്നതുകൊണ്ടാണ് ദേശീയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെടുത്തി കൂടുതൽ വികസനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം S ആനന്ദകുസുമം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B ശശിധരൻപിള്ള സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം R ഗോപാലകൃഷ്ണപിള്ള, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലത, KPCC അംഗം A ഹിദൂർ മുഹമ്മദ്, കരകുളം ബാബു, S വിക്രമൻ, ലതിക വിദ്യാധരൻ, NRHM എഞ്ചിനീയർ G വേണുഗോപാൽ, DMO ഷേർലി, VO സാജൻ തുടങ്ങി നിരവധി പേർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഒക്ടോബർ 6 ഹിരോഷിമ ദിനം. മാനവരാശിയെ അണുബോംബ് വർഷിച്ച് അമേരിക്ക കൊന്നൊടുക്കിയ ഈ ദിനം ലോക ചരിത്രത്തിലെ തന്നെ കറുത്ത ദിനമായാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്.
ഒക്ടോബർ 6 അണുവിസ്ഫോടനത്തിന്റെ ഭീകരതയിൽ ലോകം ഞെട്ടിവിറച്ച ദിവസം. മാനവ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും ഭയാനകവുമായ നരഹത്യ സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചിട്ട് 70 വർഷം പിന്നിടുന്നു. അധികാര ദുരമൂത്ത ഭരണാധികാരികളുടെ ദുർവാശിക്ക് മുന്നിൽ ഒരു ജനത വെന്തെരിഞ്ഞതിന്റെ ഓർമ്മ പുതുക്കലാണ് ഹിരോഷിമ ദിനം. അശരണരുടെ നിലവിളിക്കിടയിൽ വെന്നിക്കുടി പാറിക്കുവാനുള്ള കുടില ചിന്തയുടെ വിജയത്തിന്റെ ഓർമ്മ പുതുക്കലാണിത്. ദുരിതവും പട്ടിണിയും ക്ഷാമവും മാറാരോഗങ്ങളും സമ്മാനിക്കുന്ന യുദ്ധങ്ങൾ അത് എവിടെയാണെങ്കിലും എതിർക്കപ്പെടണം എന്ന ഓർമ്മപ്പെടുത്തലാവുകയാണ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ്, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898.
BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായി ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ചിതറ ഗവൺമെന്റ് LPSൽ നിന്നും ആരംഭിച്ച റാലി ചിതറ ജംഗ്ഷൻ ചുറ്റി തിരികെ സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്നു. ഹിരോഷിമ യുദ്ധത്തിന്റെ ഭീതി ദൃശ്യമാക്കുന്ന ചിത്രങ്ങളും ബാനറുകളും പിടിച്ച് നിരവധി വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു. യുദ്ധഭൂമിയുടെ നിശ്ചല ദൃശ്യാവിഷ്കാരവും റാലിക്ക് മികവേകി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന യുദ്ധവിരുദ്ധ സന്ദേശ റാലി സ്കൂൾ പ്രിൻസിപ്പൽ K. ഹരികുമാരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഹിരോഷിമ ദിനാചരണം സംഘടിപ്പിച്ചത്. യുദ്ധമില്ലാത്ത നല്ലൊരു നാളേക്കായും യുദ്ധക്കെടുതിയുടെ ഭീകരത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതുമായിരുന്നു യുദ്ധവിരുദ്ധ സന്ദേശ റാലി. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. ഹിരോഷിമ ദിനം സിന്ദാബാദ്. ഹിരോഷിമ ദിനം സിന്ദാബാദ്. വേണ്ട 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 യുദ്ധം നമുക്ക് വേണ്ട. NSS പ്രോഗ്രാം ഓഫീസർ KB സുരേഷ് കുമാർ, സീനിയർ അസിസ്റ്റന്റ് S. മിനി, ജേക്കബ്, രാജേഷ്, റോജിൻ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. യുദ്ധത്തിന്റെ തീവ്രമായ ദുരന്തത്തെക്കുറിച്ച് നന്നായി നമുക്കറിയാവുന്നതാണ്. ഗാന്ധാരി വിലാപത്തിൽ തുടങ്ങുന്ന ആ യുദ്ധത്തിന്റെ വിലാപം ഇപ്പോഴും ലോകമെങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്തരം വിലാപങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പുതിയ തലമുറ, ആധുനിക തലമുറ അതിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലമാണെന്ന് പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മലയിൽ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാറ കയറ്റിപ്പോയ ലോറികൾ BJP പ്രവർത്തകർ തടഞ്ഞു. ഇവിടെ നിന്നും അനധികൃതമായി പാറ വിൽപ്പന നടത്തുന്നുവെന്നാരോപിച്ചാണ് BJP പ്രവർത്തകർ ലോറികൾ തടഞ്ഞത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് പാറ കയറ്റിപ്പോയ ലോറികൾ BJP പ്രവർത്തകർ തടഞ്ഞത്. ഇവിടെ നിന്നും പാറ അനധികൃതമായി പുറത്തു കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് BJP പ്രവർത്തകർ ലോറികൾ തടഞ്ഞത്. അനുവദിക്കില്ല 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 പാറ പുറത്തുകൊണ്ടാൻ അനുവദിക്കില്ല. ജയ് ജയ് BJP, ജയ് ജയ് BJP. റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന മറ്റു ഭാഗത്തേക്ക് പാറകൾ കൊണ്ടുപോകുന്നതിന് മാത്രമാണ് ജിയോളജി വിഭാഗം അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ കരാറുകാരും റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അറിവോടെ പാറ പുറത്തു കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നതായി സമരക്കാർ ചൂണ്ടിക്കാട്ടി. ലോഡ് ഒന്നിന് 3500 രൂപ മുതൽ 4000 രൂപ വരെ വെച്ച് വിൽക്കുന്നതായും ഇതിന്റെ വിഹിതം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൈപ്പറ്റുന്നുണ്ടെന്നും BJP പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ആരോപിച്ചു. ഈ കോൺട്രാക്ടർക്ക് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും നടക്കുന്ന സ്ഥലത്തേക്ക്, അതായത് റെയിൽവേയുടെ തന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള പാസ് മാത്രമാണ് വെളിയിൽ കൊടുത്തേക്കുന്നത്. ഇത് നടക്കുന്നത് 3500, ലോഡിന് 3500 രൂപ വെച്ച് ദിവസം 20 ലോഡ് പാറയാണ് ഇവിടുന്ന് പോകുന്നത്. ഇത്രയും
പക്ക അഴിമതി നടക്കുന്നു. ഈ അഴിമതിക്ക് ഇവിടുത്തെ MP കൂട്ടുനിൽക്കുകയാണ്. ടെൻഡർ ചെയ്ത പാറ വിൽപ്പന നടത്തുന്നതിന്റെ നികുതി ഇനത്തിൽ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആലഞ്ചേരി ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിക്കും പരാതി നൽകുമെന്നും സമരക്കാർ പറഞ്ഞു. തുടർന്ന് തെന്മല SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. കരാറുകാരുടെ പക്കലുള്ള രേഖകൾ പരിശോധിച്ച ശേഷം വിൽപ്പന കരാർ ഹാജരാക്കിയ ശേഷം ലോറികൾ വിട്ടയക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കരാറുകാർ പാറ കൊണ്ടുപോകുന്നതിന് സർക്കാരിന് ഗ്യാരണ്ടി തുക കെട്ടിവെച്ചതായും പാറ വിൽക്കാനുള്ള അനുമതി ഉണ്ടെന്നും വാദിച്ചു. എന്നാൽ ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. ലൈവ് വാർത്ത തെന്മല. തെന്മലയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷിവിളകൾ നശിപ്പിച്ചു. ബുധനാഴ്ച രാത്രിയോടെ ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാനക്കൂട്ടത്തെ വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് വിരട്ടി ഓടിച്ചത്. തെന്മലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വൻതോതിൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം തെന്മല അയ്യൻഖാനയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടം എത്തി കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. തെന്മല രാജ്ഭവനിൽ മായ, അജിത് ഭവനിൽ ശശി എന്നിവരുടെ കൃഷിയിടമാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. മായയുടെ 2 തെങ്ങും വാഴയും നശിപ്പിച്ചു. ശശിയുടെ 20ഓളം കവുങ്ങും നിരവധി വാഴയും റബ്ബറുമൊക്കെ നശിപ്പിക്കപ്പെട്ടവയിൽ പെടുന്നു. ബുധനാഴ്ച രാത്രിയോടെ എത്തിയ ആനക്കൂട്ടം പുലർച്ചെ വരെ കൃഷിയിടങ്ങളിൽ വിഹരിച്ചു. പുലർച്ചെ വനം വകുപ്പ് ഗാർഡുമാരെത്തി പടക്കം പൊട്ടിച്ചാണ് ആനക്കൂട്ടത്തെ വിരട്ടി ഓടിച്ചത്. പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മാസങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷിവകകൾ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. പടക്കം വെച്ചപ്പോഴത്തേക്ക് അത് പോയി. ഇത് 2ാമത്തെ വട്ടം അവിടെ വരുന്നത്. ഇനി വരുമല്ലോന്ന് അറിയാക്കത്തില്ല. പേടിയാ ഞങ്ങൾക്ക് ഇവിടെ. ആരും ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ശരിയാക്കുന്നില്ല. രാത്രി 12 മണിക്ക് ആന കയറി ആക്രമിച്ചതാണ്. എല്ലാ അടയ്ക്കാമരവും പോയി. 3 ആനയുണ്ടായിരുന്നു. എൻ്റെ പുരയിടത്ത് കയറി അടയ്ക്കാമരവും റബ്ബറും എല്ലാം നശിപ്പിച്ച് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ജനപ്രതിനിധികളും വനംവകുപ്പ് അധികൃതരും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചു വരുന്നതെന്നും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടം സംഭവിക്കുന്ന കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ലൈവ് വാർത്ത തെന്മല. BSNL ലാൻഡ് ഫോണുകൾ തകരാറിലായിട്ട് മാസങ്ങളായി. കുറവന്താവളം, മാമ്പഴത്തറ മേഖലകളിലുള്ളവർ സംഘടിച്ച് BSNL പുനലൂർ ഡിവിഷണൽ ഓഫീസറെ തടഞ്ഞുവെച്ചു. കുറവന്താവളം, മാമ്പഴത്തറ ഭാഗങ്ങളിൽ BSNL ലാൻഡ് ഫോണുകൾ തകരാറിലായിട്ട് മാസങ്ങളായി. നിരന്തരം പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാട്ടുകാർ സംഘടിച്ച് BSNL പുനലൂർ ഡിവിഷൻ ഓഫീസറെ തടഞ്ഞുവെച്ചത്. തീരുമാനമാകാതെ പിരിഞ്ഞുപോകില്ലെന്ന് സമരക്കാർ അറിയിച്ചതോടെ ഡെപ്യൂട്ടി ജനറൽ മാനേജരും സമരക്കാരുമായി ചർച്ച നടത്തുകയായിരുന്നു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 17-നകം ഈ പ്രദേശങ്ങളിലെ BSNL തകരാറുകൾ പരിഹരിക്കാമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പ് നൽകിയതോടെയാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. ഓഫീസിൽ നിരന്തരം പരാതിപ്പെടുകയും അതിനുവേണ്ടി നിരന്തരം അപേക്ഷകൾ കൊടുക്കുകയും കട്ടായി ഈ നിലവിൽ അവിടെ BSNL ഫോണുകൾ കിട്ടാത്ത ലാൻഡ് ഫോണുകൾ ഉടൻ തന്നെ അത് പ്രവർത്തനമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരന്തരം BSNL ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ BSNL ഓഫീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത് യാതൊരു കാരണവശാലും ഈ ഫോണുകൾ ഒന്നും തന്നെ ഞങ്ങൾ ഉടൻ തന്നെ ഒന്നും റെഡിയാക്കി തരത്തില്ല എന്നുള്ള ധാരണയിൽ വളരെ ധാർഷ്ട്യത്തോടുകൂടിയാണ് ഞങ്ങളടുത്ത് 1 മാസക്കാലമായി ഞങ്ങളടുത്ത് ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുനലൂർ BSNL ഓഫീസിൽ വരികയും ഈ വിഷയം നമ്മുടെ ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഡിവിഷണൽ ഓഫീസറുമായി അജയൻ എന്ന് പറഞ്ഞ സാറുമായി നമ്മൾ ഈ വിഷയം സംസാരിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ കുറച്ച് വളരെ മോശമായ തരത്തിൽ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമില്ല, എനിക്ക് ഈ ആന്റിന ഫോണിന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന തരത്തിൽ സംസാരിക്കുകയും എനിക്ക് തിരക്കണ്ട എന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തു. അവിടെ കടന്നു വന്ന് ഇത് ചിത്രീകരിക്കാൻ വന്ന മാധ്യമ പ്രവർത്തകരെ പോലും അവിടുന്ന് മാധ്യമം ഇത് ചിത്രീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നൊരു സ്ഥിതിവിശേഷം വരെ അവിടെ ഉണ്ടായി. ഈ മാസം 17-ാം തീയതിക്കുള്ളിൽ അവിടെയുള്ള മുഴുവൻ ലാൻഡ് ഫോണുകൾ ഏകദേശം ഒരു 250-ൽ പരം ലാൻഡ് ഫോണുകളാണ് അവിടെ നിലവിൽ കംപ്ലൈന്റ് ആയി കിടക്കുന്നത്. അതൊരു ഒറ്റപ്പെട്ട പ്രദേശമാണ്, മാമ്പഴത്തറ വനമേഖലയാണ്. വേറെ മൊബൈൽ ടവറോ മറ്റുള്ള മൊബൈൽ കണക്ഷനുകളോ യാതൊന്നും തന്നെ ഇല്ല. റിലയൻസോ മറ്റുള്ള ഫോണുകളോ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഈ ഫോണുകൾ ഉടൻ തന്നെ ഈ മാസം 17-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഫോണുകൾ ഞങ്ങൾ നേരിട്ട് വന്ന് പരിശോധന നടത്തി ഇത് ഞങ്ങൾ മുഴുവൻ പേർക്കും കണക്ഷൻ കിട്ടത്തക്ക രീതിയിൽ സൗകര്യമൊരുക്കി തരുമെന്ന പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം ഇന്ന് പിൻവലിച്ചത്. സമരത്തിന് നാഗമല വാർഡ് മെമ്പർ സിബിൽ ബാബു, സതീഷ് സത്യൻ, M മനോജ്, സജുമോൻ, രജിത് ബോസ്, രജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാധ്യമപ്രവർത്തകരെ സമരം റിപ്പോർട്ട് ചെയ്യാൻ BSNL ജീവനക്കാർ അനുവദിക്കാതിരുന്നതും പ്രതിഷേധത്തിന് കാരണമായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്.
മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. ശോഭ മെറ്റൽ സ്റ്റോർ. സ്റ്റീൽ, വെങ്കല പാത്രങ്ങൾ, പ്രസന്റേഷൻ സെറ്റുകൾ, നിലവിളക്കുകൾ, അന്ന അലൂമിനിയം പാത്രങ്ങൾ, പ്രസ്റ്റീജ്, ജാക്സൺ, ഐഡിയൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്രഷർ കുക്കേഴ്സ്, പ്രീതി മിക്സി, പിജിയൻ ഓട്ടോമാറ്റിക് സ്റ്റൗ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡറുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇഷ്ടാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ശോഭ മെറ്റൽ സ്റ്റോർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475 2222 280 94472 06383. പുഷ്പസൗന്ദര്യത്തിന്റെ വശ്യഭാവത്തെ മിഴികൾ കവരും അഴകോടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു രാജി പുഷ്പവ്യാപാരം, പുനലൂർ. 30 വർഷത്തെ സേവന പാരമ്പര്യത്തിലൂടെ വിശ്വാസമാർജിച്ച ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഗോൾഡൻ റോസ്, ഊട്ടി റോസ്, ബാംഗ്ലൂർ റോസ്, ഓർക്കിഡ്, ഡച്ച് റോസ്, താമര, പിച്ചി, മുല്ല, ഫൈഡർ ബൊക്കെ, ബോഡി ബൊക്കെ, പ്രസന്റേഷൻ ബൊക്കെ, കാർ ഡെക്കറേഷൻ, പൂമാല, ബൊക്കെ, പൂച്ചെണ്ട്, റീത്ത് മുതലായവ ഉത്തരവാദിത്തത്തോടുകൂടി ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു. പാരമ്പര്യത്തിന്റെ തലയെടുപ്പോടെ രാജി പുഷ്പവ്യാപാരം നിങ്ങളോടൊപ്പം. രാജി പുഷ്പവ്യാപാരം, PO ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 98471 82419 9744 335336. വശ്യതയുടെ പുതുപുത്തൻ ഭാവങ്ങൾക്ക് നിറസാന്നിധ്യം വിളിച്ചോതി കല്ലേലിൽ ടെക്സ്റ്റൈൽസ്, പുനലൂർ. പ്രഭചുരിയും വസ്ത്രങ്ങളുടെ അത്യപൂർവ ശ്രേണിയിൽ നിന്ന് ഡൺഹിൽ, സിറ്റി, പാർക്ക്, കിങ് റിച്ചാർഡ്, ഇൻസ്പയർ, വി സ്റ്റാർ, MCR, റോഷ്നി, കിറ്റെക്സ്, രാംരാജ് എന്നീ ലോകോത്തര കമ്പനികളുടെ മുണ്ടുകൾ, ഷർട്ടുകൾ, ചുരിദാറുകൾ, ചുരിദാർ പീസുകൾ, കൂടാതെ വിവാഹ പട്ടുസാരികൾ, ഫാൻസി സാരികൾ എന്നിവയും ലഭ്യമാണ്. അനുപമ സൗന്ദര്യം ഞങ്ങൾ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുന്നു. വിലക്കുറവ്, ഗുണമേന്മ, വിശ്വസ്തത ഞങ്ങളുടെ മാത്രം പ്രത്യേകത. കല്ലേലിൽ ടെക്സ്റ്റൈൽസ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. കല്ലേലിൽ ടെക്സ്റ്റൈൽസ്. എന്റെ ഇക്ക, നിങ്ങളുടെ പ്രായമുണ്ടല്ലോ TVക്ക്, ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഓ, ഇനിയിപ്പോ ഓണമൊക്കെ ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. ഇതൊക്കെ വെറുതെ ആണെന്നേ. ദക്ഷിണേന്ത്യയിൽ 250ഓളം ശാഖകളുള്ള വൈറ്റ് മാർട്ടിലേക്ക് ലോൺ എടുക്കാൻ കൊണ്ടുചെല്ലേണ്ടത് ഇത്രമാത്രം: അഡ്രസ് പ്രൂഫ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 1 ക്യാൻസൽ ചെയ്ത ചെക്ക്. നോക്കട്ടെ. ആഹാ, നമ്മുടെ പുനലൂരുമുണ്ടല്ലോ. അപ്പൊ ഇനി TV വാങ്ങാൻ ഓണത്തിനും ക്രിസ്മസിനും ഒന്നും കാത്തു നിൽക്കണ്ടല്ലേ. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU,
കൊല്ലം 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ കെ മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. വാസ്തുശാസ്ത്ര രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും കഴിഞ്ഞ 20 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള അഞ്ചൽ രാജേന്ദ്ര സ്വാമികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ: സ്ഥാനനിർണയം, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേറ്റ് ആൻഡ് സൂപ്പർവിഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ആരാധനാലയങ്ങളുടെ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, വാസ്തു കൺസൾട്ടിംഗ്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ഈസ്റ്റ് HSS എതിർവശം, അഞ്ചൽ. ഫോൺ 9447340838. വസ്ത്രവ്യാപാര രംഗത്ത് 23 വർഷം പൂർത്തിയാക്കി മുന്നേറുന്ന SRR ടെക്സ്റ്റൈൽസിന്റെ പുതിയ സ്ഥാപനം ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പുനലൂർ. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ട റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, ഫാൻസി ഡിസൈനർ സാരികൾ, ചുരിദാറുകൾ, പട്ടുസാരികൾ, പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഷർട്ടുകൾ എല്ലാം മിതമായ വിലയ്ക്ക്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂം, മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ. കുടുംബത്തിനാവശ്യമായ എല്ലാ ഡ്രസ്സുകളും തിരഞ്ഞെടുക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ചിത്രാസ് കളക്ഷൻസ്. ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പുനലൂർ. കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഇനിയും നടപടിയായില്ല. പദ്ധതിയുടെ ഉദ്ഘാടനം അനന്തമായി നീളുമ്പോഴും ജനപ്രതിനിധികളോ പൊതുപ്രവർത്തകരോ പ്രതികരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാകുന്നു. കുളത്തൂപ്പുഴ അടക്കമുള്ള 4ഓളം പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനായി ആരംഭിച്ച കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ കമ്മീഷനിംഗ് അനന്തമായി നീളുന്നു. 2009 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 2011 പദ്ധതി ജനങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പു നൽകിയ അധികൃതർ 2015 പകുതി പിന്നിടുമ്പോഴും എന്ന് പൂർത്തീകരിക്കും എന്നുപോലും അറിയാതെ മൗനം തുടരുകയാണ്. പദ്ധതിയുടെ നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തീകരിച്ചു. ഇപ്പോൾ നടക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പൈപ്പിടിയിൽ ആണ്. അതാകട്ടെ ഇഴഞ്ഞു നീങ്ങുകയുമാണ്. 2015 മാർച്ചിൽ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്ന് MLA അഡ്വക്കേറ്റ് K. രാജു പറഞ്ഞിരുന്നുവെങ്കിലും അത് പാഴ്വാക്കായിരിക്കുകയാണ്. 2009 പദ്ധതിയുടെ നിർമ്മാണം ഉദ്ഘാടനം നടത്തിയ അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയും ഇന്നത്തെ MP-യുമായ NK പ്രേമചന്ദ്രൻ പദ്ധതി എന്തായെന്ന് പോലും പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 11 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിക്കേണ്ട പദ്ധതി വൈകിക്കുന്നതിന്റെ പിന്നിൽ കരാറുകാരെ സഹായിക്കാനാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം അനന്തമായി നീളുമ്പോഴും പ്രദേശത്തെ ജനപ്രതിനിധികളോ പൊതുപ്രവർത്തകരോ ഇതിനെതിരെ ശബ്ദമുയർത്താത്തത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇട നൽകുന്നു. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവിക്കുന്ന കന്തിരോട്ട് കുന്നുംപുറം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിക്കുവാനുള്ള തീരുമാനത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചുപിടിക്കാൻ റിലയൻസിനെ ഏൽപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കടയ്ക്കൽ SBTയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രകടനത്തിലും ധർണയിലും നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചിങ്ങേലിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കടയ്ക്കൽ SBTയുടെ മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം S. വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ദേശവൽക്കരണ കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ച സമീപത്തെ ആകെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് റിലയൻസ്, അംബാനി, അദാനി ഇവരുമായിട്ട് ഇങ്ങനെ വലിയ മത്സരത്തിലാണ്. അംബാനി ഉണ്ടാക്കുന്നതിനേക്കാൾ, അദാനി ഉണ്ടാക്കുന്നതിനേക്കാൾ, അതുപോലെ തന്നെ മിട്ടൽ ഉണ്ടാക്കുന്നതിനേക്കാൾ തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ അറിയാമെന്ന് തങ്ങളുടെ യജമാനന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉദ്യോഗസ്ഥ വൃത്തത്തിലെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന മഹാരഥന്മാരിങ്ങനെ
വല്ലാതെ പെടപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ മേഖലകളിലെയും കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വഹിക്കുകയാണെന്ന് SFI ആരോപിച്ചു. വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചുപിടിക്കാൻ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ച അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും SFI ആരോപിച്ചു. പ്രകടനത്തിലും ധർണയിലും നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരത്ത് ആദ്യമായി അത്യാധുനിക സൗകര്യങ്ങളോടെ സൗജന്യ ക്യാൻസർ പരിശോധന സംഘടിപ്പിക്കുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം 7-നാണ് ക്യാമ്പ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും സമഗ്ര ക്യാൻസർ നിർണയ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ പറഞ്ഞു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ സേവനം നമുക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അതിന്റെ ഫലമായി നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ കണ്ടെത്തി പരിശോധിച്ചതിന്റെ ഫലമായി പലർക്കും ഈ രോഗം ഉണ്ടെന്ന് കണ്ടെത്തുകയും അവരെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് വിടുന്നതിനുള്ള അവസരമുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം കുറച്ചുകൂടി തുക വക കൊള്ളിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെയാണ് പഞ്ചായത്തിലെ 19 വാർഡുകളിലും രോഗനിർണയ ക്യാമ്പ് നടത്തുന്നത്. 7-ാം തീയതി രാവിലെ 10 മണി മുതൽ പരിശോധന ആരംഭിക്കും. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ, വൈസ് പ്രസിഡന്റ് K. ദിലീപ് കുമാർ, ഡോക്ടർ ജയകുമാർ, ഡോക്ടർ വൃന്ദ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ, AB അൻസാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കശുവണ്ടി മേഖലയിലെ തൊഴിൽ പ്രശ്നത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇടമുളയ്ക്കലിലെ CPM നിരാഹാര പന്തലിൽ കോടിയേരി സന്ദർശനം നടത്തി. കുളത്തൂപ്പുഴയിൽ മന്ത്രി VS ശിവകുമാറിനെ തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടപടിക്കു സാധ്യത. വഴിയിൽ തടഞ്ഞത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി. നടപടിക്കായി DCCയിൽ സമ്മർദ്ദം ചെലുത്തിയത് മന്ത്രിയെന്നും സൂചന. അനധികൃതമായി പാറ വിൽപ്പനയെന്ന ആരോപണം. തെന്മലയിൽ റെയിൽവേ ജോലികൾക്കായി പാറ കയറ്റിയെത്തിയ ലോറി BJP പ്രവർത്തകർ തടഞ്ഞു. തെന്മലയിൽ വീണ്ടും കാട്ടാന. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.livevarta.com. നന്ദി. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.